നാളെ ലാറോസിന്റെ 1,00,000 രൂപ മേടിക്കാൻ വേണ്ടി ഇന്നേ നമ്മൾ രണ്ടുപേരും കൂടെ പോയി സ്പെക്സ് ഒക്കെ മേടിച്ചിട്ട് വരുവാണ്. മുല്ലയ്ക്ക് ആലിഞ്ചോട്ടിന്റെ അവിടുത്തെ കണ്ട. നാളെ 1,00,000 രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ാം തീയതി അല്ലേ. 15-ാം തീയതി വൈകിട്ട് ഇപ്പൊ സമയം എന്തായി മോനെ? 9:30 മണിയായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആലിഞ്ചോട്ടിന്റെ അവിടുന്ന് ക്ലാസ് മേടിച്ചിട്ട് പോകണം. നാളെ രാവിലെ 10 മണിക്ക് 1,00,000 രൂപ ലാറോസിന്റെ മേടിക്കാനുള്ളതാണ്. അപ്പൊ ബൈ. അപ്പൊ ഗൈസ്, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ ആലപ്പുഴയില് ലാറോസിന്റെ സഹോദര സ്ഥാപനമായ അജ്രക് ബൈ ലാറോസിന്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പം ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവരൊരു ലക്കി ഡ്രോ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോക്സിനകത്ത് ഒരു കൂപ്പണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലക്കി ഡ്രോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പല ഇങ്ങനെ ഗീവ് എവേകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഗ്രാൻഡ് പാർട്ട്ണറിനെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ചാനൽ ഫോളോ ചെയ്യണം. ഇപ്പം ജോജി തമ്പിയുടെ ഇപ്പൊ പേജ് തന്നെയാണെങ്കിൽ 1,00,000 രൂപ ഗീവ് എവേ കൊടുക്കുകയാണെങ്കിൽ തന്നെ ജോജി തമ്പിയുടെ പേജ് ഫോളോ ചെയ്യണം. അതേണെങ്കിൽ തന്നെ ഗ്രാൻഡ് പാർട്ട്ണറിന്റെ പേജ് ഫോളോ ചെയ്യണം. നമ്മുടെ ഈ അജ്രക് ബൈ ലാറോസിന്റെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സിമ്പിള്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാശ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചാണ്. ഞാൻ അതിന്റെ തലേ ദിവസം 16-ാം തീയതി ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം. മിനിഞ്ഞാന്ന് രാത്രി ഞാനും വൈഫും കൂടെ പോയി കാശ് മേടിക്കുന്നേക്ക് സ്വപ്നം കണ്ടിട്ട് നമ്മുടെ മുല്ലയ്ക്കൽ ആലഞ്ചോട്ടി പോയി കണ്ണാടി മേടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്പെക്സ് ഒക്കെ വെച്ചിട്ട് 16-ാം തീയതി പേര് വിളിക്കാൻ നേരത്ത് റിമി ടോമി ആന്റി നമുക്ക് കാശൊക്കെ തരാൻ നേരത്ത് കണ്ണാടിയൊക്കെ വെച്ച് കയറി മേടിക്കാന്നുള്ളൊരു മൈൻഡിലൊക്കെ ഇരിക്കുമായിരുന്നു. എന്തോ ഭാഗ്യം വെച്ചാൽ എനിക്കത് കിട്ടിയില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു അർഹതപ്പെട്ടവൻ തന്നെയാണ് ഞാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോ പണിക്ക് കയറ്റിക്കോളും. അപ്പൊ ഞാൻ ഓർത്തോ ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കറക്കാതായിരുന്നു. ഞാൻ വൈഫായിട്ട് ചുമ്മാ തമാശ രീതി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആ കാശ് കിട്ടിയ പൊളിക്കായിരുന്നു. അപ്പം നമ്മൾ 15-ാം തീയതി രാത്രിയാണെങ്കിൽ അതിന്റെ വാതിക്കേ നിന്നിട്ട് കൂപ്പണൊക്കെ എഴുതിയിടണം. അപ്പോഴും മനസ്സിൽ ഭയങ്കര പ്രതീക്ഷ. ഇത്ര സിമ്പിള്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്രക് ബൈ ലാറോസിന്റെ ഓണറായ അയിത്ത പേജിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കടയുടെ വാതിക്കെ ബോക്സ് വെക്കും, അതിനകത്ത് ആ കൂപ്പൺ ഇടുക, ഇടുന്നവർക്ക് സ്പോട്ടിൽ തന്നെ കാശാണ് ഉദ്ഘാടനത്തിന്റെ അന്ന് രാവിലെ. അപ്പൊ ഞാനും ജച്ചായും കൂടെ രാവിലെ തന്നെ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. മനസ്സിലൊക്കെ ഇതാണ്, നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തിടുക. അവര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂപ്പൺ ആ സ്പോട്ടിൽ കാണണം. അപ്പം ആ ആളില്ലെങ്കിൽ കാശ് തരത്തില്ല. എല്ലാം കറക്റ്റ് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനും ജച്ചായും കൂടെ അവിടെ പോയി നിൽക്കുക. രാവിലെ വെയിലും കൊണ്ട്, വെയിലൊന്നും വിഷയമൊന്നുമില്ല, നമുക്ക് 1,00,000 രൂപ കിട്ടിയാൽ മതി. അപ്പൊ ഞാനും ജച്ചായും കൂടെ അവിടെ വാതിക്കേ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ റിമി ടോമി വന്ന അവരുടെ ഓണർ വന്നപ്പോ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണർ സജീവിക്കായും ഉമ്മായും കൂടെ വരുന്നൊരു രംഗമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. റിമി ടോമി വരുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സജീവിക്ക ഉമ്മായുമായിട്ട് വരുന്ന ആ ഒരു രംഗമായിരുന്നു. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഈ ലക്കി ഡ്രോയിലോട്ട് നമുക്ക് വരാം. ആ ലക്കി ഡ്രോ എടുക്കുന്ന സമയത്ത് ആദ്യം കൂപ്പൺ എടുത്തപ്പം റിമി ടോമി ശിവൻ ചേട്ടൻ എന്ന് പേര് വിളിച്ച് ആ ഷീന്ന് കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞാനോർത്ത് ഷിഹാബ് ധരിക്കത്. ഞാനിങ്ങനെ നിൽക്കുവാണ് ഇപ്പൊ പോയി മേടിക്കാന്ന് പറഞ്ഞു. പക്ഷേ ശിവൻ ചേട്ടൻ എന്നാണ് വിളിച്ചത്. അപ്പൊ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരു ചേട്ടൻ ഓടി വരുന്നതൊക്കെ കണ്ടു. പക്ഷേ ആ ചേട്ടനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, ഒരു പാവപ്പെട്ട പുള്ളിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാവരും കൂടെ ശിവൻ ചേട്ടൻ എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നതാ. പുള്ളി പറഞ്ഞു ഞാൻ എഴുതിയിട്ടിട്ടില്ല, ആ കൂപ്പൺ അങ്ങോട്ട് മാറ്റി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇനി എടുക്കുന്നതിൽ ചിലപ്പോൾ നമ്മളെ പേരുണ്ടെങ്കിലാ. അപ്പൊ അടുത്ത കൂപ്പൺ റിമി ടോമി എടുത്തപ്പോ അത് ഫുള്ളായിട്ടായിരുന്നു, അതിന്റെ സ്ലിപ്പായിട്ട് ഇട്ടിട്ടില്ല. അപ്പൊ അത് ഉപേക്ഷിച്ച്. അപ്പൊ മൂന്നാമതായിട്ട് എടുക്കുമ്പോ പിന്നെയും മനസ്സിലൊരു പ്രതീക്ഷ, ഇപ്പൊ പോയി കയറി ആ കാശ് മേടിക്കണം, എന്തൊക്കെ പരിപാടികളുള്ളതാ. അപ്പൊ അത് എടുക്കാൻ വേണ്ടി അടുത്തെടുത്തപ്പം രാജി എന്ന് പറയുന്ന ഒരു ചേച്ചി, ആ ചേച്ചിക്കാണ് അടിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒരു കാര്യങ്ങൾ. ആ ചേച്ചീനെ കണ്ടാൽ ആ ചേച്ചീന്റെ ഒരു സെന്റിമെന്റലാന്ന് ഇപ്പൊ കണ്ടപ്പോ തോന്നി. അർഹതപ്പെട്ട കൈകളിലാണ് ആ കാശ് കിട്ടിയത്, അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. ആ ചേച്ചി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തലേന്ന് 3-4 കൂപ്പൺ എഴുതിയിട്ടാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് ഭാഗ്യമുള്ള എനിക്ക് കിട്ടത്തുള്ളൂ. ആ ചേച്ചി റിമി ടോമി ചോദിച്ചു, രാവിലെ ചേച്ചിക്ക് തന്നെ ഉള്ളതാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് എണീറ്റ്. അപ്പൊ ചേച്ചി പറഞ്ഞത് ഞാനിപ്പോ രാവിലെ ഒന്ന് കൂപ്പൺ എഴുതിയിട്ടുള്ളൂ. എന്റെ അളിയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ഭാഗ്യം എവിടുന്നാണ് എങ്ങനെയാ വരുന്നതെന്ന്. അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഈ 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് നമ്മളിലോട്ട് നമ്മളെ ജനങ്ങളിലോട്ട് അവർ തരികയാണ്. അവരത്രയും വിശ്വസിച്ച അത്രയും ആൾക്കാർ അവിടെ തടിച്ചു കൂടുകയും ചെയ്തു. അവരാ കാണിക്കുന്ന ഒരു സത്യസന്ധതയാണ് നമ്മൾ ആ ഒരു റോഡിൽ കണ്ടത്. അത്രയും തിങ്ങി നിൽക്കുന്ന ആൾക്കാർ.
അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അജ്രക് ബൈ ലാറോസ് വൻ വിജയങ്ങളിൽ എത്തട്ടെ. ലാറോസ് വിജയിച്ചതുപോലെ തന്നെ ഇനിയും ഇവരുടെ ബ്രാഞ്ചുകൾ ഇഷ്ടം പോലെ സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങട്ടെ. നമ്മളെ നാട്ടിലെ ഒരു ആലപ്പുഴക്കാർ ഇങ്ങനെയൊക്കെ വിജയിച്ചു വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആലപ്പുഴയിൽ ഇതേപോലെ തന്നെ കുറെ സ്ഥാപനങ്ങൾ കുട്ടിക്കൊക്കെ ഉദ്ഘാടനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേ കണക്ക് സമ്മാനം അങ്ങനത്തെ ഉള്ള സെറ്റപ്പ് ഒന്നുമില്ല. ക്യാഷ്, അതായത് അവരുടെ കാര്യങ്ങൾ നടക്കും. അത് മനസ്സറിഞ്ഞുകൊണ്ട് അവർ ആ കാശ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അത് അവരുടെ മനസ്സാണ്, അത് നമ്മൾ കാണാണ്ട് പോരുത്. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ലാറോസ് ആൻഡ് ടീമിന്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി, അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം അവരുടെ പേജും ഫോളോ ചെയ്യുക, അവരുടെ സ്ഥാപനത്തിലെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പൊ ഇതേപോലെയുള്ള ഗീവേകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പം ബൈ ബൈ.